ഹലോ, നമസ്കാരം. രഞ്ജിത്താണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് തിങ്കളാഴ്ച നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വീക്കിലി ടാസ്കിൻ്റെ അസൈനിങ് ഒക്കെ കഴിഞ്ഞു. മീൻസ് വീക്കിലി ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 പോസ്റ്റ് 7 റീല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ തന്നേക്കുന്നത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് നമുക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഫോളോവേഴ്സിനെ ആക്കുക എന്നുള്ളതായിരുന്നു. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് തീർത്തെടുക്കാൻ പറ്റി. അടുത്ത അവർ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 20 ഫോളോവേഴ്സിനെ ഒപ്പിക്കുക എന്നുള്ളതാണ്. ഈ 20 ഫോളോവേഴ്സിനെ ഒപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയുകയാണ്, എന്നെ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയർലൻഡ് അപ്ഡേഷൻ, ബിസിനസ് കാര്യങ്ങൾ, പിന്നെ ഞാനൊരു ട്രാവൽ ഏജൻറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ യാത്രാ സപ്പോർട്ടിന്, നിങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നമ്പർ, നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും ഉപകരിക്കുന്ന ഒരു പ്രൊഫൈലാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ ഉള്ളൊരു റിക്വസ്റ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലും കണ്ടൻറ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ ഒരു വരുമാന മാർഗം എന്നുള്ള കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെയും ഫോളോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നമുക്ക് ഈക്വലി ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ സപ്പോർട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോകുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ എന്നും ഓരോരോ വീഡിയോയുടെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ എന്നാ പറയാനുള്ളത്, ഡേയ്സ് ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ ഈ കുറച്ച് കാലഘട്ടത്തെ എൻ്റെ ദിവസങ്ങൾ ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഭയങ്കര തിരക്കായിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് വീട്ടിലൊക്കെ എത്തി. കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ എൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ പുതിയൊരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന നമ്മുടെ ആ ഒരു മത്തനുണ്ടല്ലോ, ആ ഒരു ഹാലോവിൻ്റെ മെലൺ, ആ ഒരു അതിന് മെലൺ തന്നെയല്ലേ പറയണേ, ആ ഹാലോവിൻ്റെ ആ ഒരു പംകിൻ, സോറി, അത് പംകിനാണ് കേട്ടോ. ഹാലോവിൻ പംകിൻ ഇവർ ഇത് കട്ട് ചെയ്ത് പംകിൻ ഗ്രേവിങ് ഒക്കെ, പംകിനല്ല, പംകിൻ ഗ്രേവിങ് ഒക്കെ ചെയ്ത എൻഗ്രേവിങ് എന്നോ അങ്ങനെ എന്തോ പറയുന്നത്. അതിനകത്ത് ആ പല്ല് പോലെയൊക്കെ ഉണ്ടാക്കി അതുപോലെയൊക്കെ ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ക്യാൻഡിലൊക്കെ വെച്ചിട്ടാണ് അത് 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 വെക്കുന്നത്. ആ രീതിയിലൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇന്നവർ അത് നിഷയും അതുപോലെ തന്നെ പാപ്പുവും തമ്പിയൊക്കെ ആയിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരതൊക്കെ എൻജോയ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം, ലൈക്ക് അടിക്കണം. പിന്നെ എന്നാ പറയാനുള്ളത്, എന്തായാലും അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ വീക്കിലി ടാസ്കിനകത്ത് അസൈൻ ചെയ്തേക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്യുക്കായിട്ട് തീർത്ത് അത് നമുക്കൊരു പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒത്തിരി പ്രീവിയസ് നമ്മൾ ട്രാവൽ ചെയ്ത ഫോട്ടോസും, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ എക്സ്പ്ലോർ ചെയ്ത ഫോട്ടോസൊക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി ഉണ്ട്. ഫോട്ടോസ് ഒരു 30 ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെടണം, നമ്മുടെ കാര്യങ്ങൾ ഇഷ്ടപ്പെടണം, നമ്മളെ ഇഷ്ടപ്പെടണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ അവരൊക്കെ തീരുമാനിച്ചിട്ട് വേണം അവർ ആ ഫോളോ ബട്ടണിനായിട്ട് ക്ലിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ വീക്കിലി ടാസ്കിനകത്തുള്ള നമ്മുടെ ഒരു 20 പേര് അസൈൻ, അല്ലെങ്കിൽ 20 പേര് ഫോളോ ആകേണ്ട ആ ഒരു സംഭവം ഫോളോ ആയി കിട്ടുന്നത്. എന്തായാലും ഈ വീക്കിനുള്ളിൽ അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നിങ്ങളൊക്കെ സഹകരിക്കണം. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടായിരിക്കണം. പിന്നെ എന്നാ പറയാനുള്ളത്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം പറയാനുള്ളത്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.